സോ ജർമ്മനിയിൽ പോയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഫ്രം കേരള യു ഹവ് ഡൺ യുവർ ബിടെക്, അതിനുശേഷം വൈ ജർമ്മനിയിൽ പോയിട്ട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ കൂടി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു നോളേജ് എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത് ആൻഡ് വൈ നോട്ട് അതർ കൺട്രീസ്? ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ സമയത്ത് ബേസിക്കലി നമുക്ക് ഇവിടെയുള്ള കുറേ കൺട്രീസ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും ഓബ്വിയസ്ലി. അപ്പം ജർമ്മനി എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂഷൻ ഫീ ഇല്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കുക, ഇതിനു മുമ്പേ പോയ ആളുകളോ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയ ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ത്രൂ നമുക്ക് ജനറൽ ഇൻഫർമേഷൻ കിട്ടിയതാണ് ജർമ്മനി എന്ന് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അതേ അറിയില്ലായിരുന്നു. നമ്മൾ സെൽഫ് റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് മനസ്സിലായത് ജർമ്മനി എന്ന് പറയുന്നിടത്ത് നല്ല യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇല്ല എന്നുള്ള കാര്യം. അതുമാത്രമല്ല ജർമ്മനിയിലാണ് ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് വരുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഞാനിവിടെ പഠിച്ച ഒരാളാണ്, ഇവിടുത്തെ ബാച്ചിലേഴ്സ് പഠിച്ചൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടോപ്പ് 1 lakhൽ നമ്മൾ നോക്കിയാലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം, റിയൽ ആയിട്ട് പഠിക്കണം എന്നൊരു ഇന്റൻഷനിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ടോപ്പ് 300 വരുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി, മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചത് MSc ഇൻ പോളിമർ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പഠിച്ചത് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അപ്പം ബൈ ഡിഫോൾട്ട് എനിക്ക് അതിന്റെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ആയിരുന്നു. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ബയോ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, അതായിരുന്നു ഫ്യൂച്ചർ ആക്ച്വലി. അപ്പം നമ്മുടെ ചുറ്റും നോക്കിയാലും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് പോളിമേഴ്സ് അറൗണ്ട്. അപ്പം അതുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ഭാവി എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വെന്റ് ദാറ്റ് വേ. അങ്ങനെയാണ് പോളിമേഴ്സ് ടേക്ക് അപ്പ് ചെയ്തത്. ഇത് കേൾക്കുന്ന ഒരുപാട് ബിടെക് പാസ് ഔട്ട് ആകാൻ പോകുന്ന പിള്ളേരുണ്ടാവും പുറത്ത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത്? അത് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? മേജർ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിച്ച ബാച്ചിലേഴ്സിനുള്ള നമ്മുടെ ഡിഗ്രിയുടെ ഗ്രേഡ് എത്രയാണ് വരുന്നത്, അതൊരു വലിയ കൺസ്ട്രെയിൻ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു 70% അല്ലെങ്കിൽ 65+ ഒരു ഗ്രേഡ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുള്ളൂ. But there are also public universities which are not like extremely good, but they are also public universities. ആ കേസിൽ ഈ പറയുന്ന പോലെ 70% വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊന്നാണ്. സെക്കൻഡ് തിങ് വാസ് IELTS ഡെഫിനറ്റ്ലി വേണ്ട ഒരു കാര്യമാണ്. IELTS എന്ന് പറയുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിടത്തോളം, ഞാൻ ഇതുവരെ സ്റ്റുഡൻസിനെ കോച്ച് ചെയ്തതിൻ്റെ ബേസിൽ കണ്ടിടത്തോളം ഒരു 6.5 എങ്കിലും കിട്ടിയാലാണ് IELTS അത്യാവശ്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും. പിന്നെ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയാണ്, പേപ്പർ വർക്ക് ആണ് ബേസിക്കലി. ജർമ്മനി എന്ന് പറയുമ്പോഴത്തേക്കും ജർമൻസ് ദേ ആർ വെരി മച്ച് ഇൻ ടു പേപ്പർ വർക്ക്. ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ഒരു ഇൻഫർമേഷൻ വരുന്നത് ബൈ പോസ്റ്റാണ്. ഞങ്ങൾ പോസ്റ്റ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വൈഫൈൻ്റെ ബില്ലോ ഇതൊക്കെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ വർക്ക്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് പേപ്പർ വർക്കാണ്. അപ്പം അത് ഗെറ്റ് ത്രൂ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. വി ഡോണ്ട് നോ നത്തിങ്. ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് പേപ്പർ വർക്ക്സ് ചെയ്യുക. IELTSഉം ഇതും ഒരു കൺസ്ട്രെയിൻ മാത്രമാണ് കേട്ടോ. വേറെ ദർ ആർ മെനി അതർ കൺസ്ട്രെയിൻസ് വിച്ച് യു ഹാവ് ടു ഗോ ത്രൂ. ഫോർ എക്സാമ്പിൾ SOP എന്ന് പറയുന്നത് ഒരു വലിയ കൺസ്ട്രെയിൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്, അഥവാ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എന്നും പറയും, LOM എന്നും പറയും. പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേറൊരു കൺസ്ട്രെയിൻ ആണ്. CV നമ്മൾ പഠിച്ച ബാച്ചിലേഴ്സിന്റെ ബേസിൽ നമുക്കൊരു CV ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ വെരി ബേസിക് CV. അത് വെച്ച് നമുക്ക് ജർമ്മനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ജഡ്ജ് us badly. അപ്പോൾ CV ഉണ്ടാക്കുന്ന വാസ് ഓൾസോ എ കൺസ്ട്രെയിൻ. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ വി ഹാവ് APS ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് തിങ് വിച്ച് വി ഹാവ് ടു ഡു. അതൊരു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രോസസ് ഒക്കെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയോ അല്ലെങ്കിൽ വീണ്ടും സ്ട്രിക്റ്റ് ആവുകയാണോ, എങ്ങനെയാണ്? പ്രോസസ്സ് ഫ്ലെക്സിബിലിറ്റി ആയിട്ടില്ല ആക്ച്വലി. കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എവറിബഡി ഹാസ് ആക്സസ് ടു ഇന്റർനെറ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പോയ സമയത്തുണ്ടായിരുന്ന പ്രോസസ്സ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ സ്ട്രിക്റ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, APS എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നു. APS വന്നപ്പോഴത്തേക്കും ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് വെയിറ്റ് ടൈം കൂടി. ഒരു 28 days അഡീഷണൽ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നു.
ഞാൻ പോയ സമയത്ത് നമ്മൾ നോട്ടറി അറ്റസ്റ്റേഷൻ ആയിരുന്നു ചെയ്യുന്നുണ്ട്, ജനറൽ നോട്ടറി അറ്റസ്റ്റേഷൻ ആയിരുന്നു. അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സിനെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ നമ്മൾ പ്രത്യേക സീലിൽ ചെയ്ത് ഗസ്റ്റ് ഓഫീസറെ കൊണ്ട് ചെയ്യിപ്പിക്കുക. APS എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആണ് എന്ന് ഒത്തന്റിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് APS, അല്ലെങ്കിൽ അനർക്കനും. ജർമ്മനിയിൽ അനർക്കനും എന്ന് പറയും, ഇവിടെ APS എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അതായത് കുറെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ബേസ് ആയിട്ട് ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് APS എന്ന് പറയുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണെങ്കിൽ നമ്മുടെ APS ക്ലിയർ ആവും, ഒരു കുഴപ്പമില്ലാതെ വി ക്യാൻ പാസ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബേസിക്കലി ഒറ്റയ്ക്കാണ് ഈ പ്രോസസ് എല്ലാം ചെയ്തത് അല്ലേ, സ്വന്തമായിട്ട് പഠിക്കാനായിട്ട്. അപ്പോ ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഒരു മെന്റർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും? ഡെഫിനറ്റ്ലി. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പോയ സമയത്ത് ഐ വെന്റ് ഓൾമോസ്റ്റ് 6 years ബാക്ക്. അപ്പം മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പം മെന്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ്. ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ പേപ്പർ വർക്ക് കൂടെ പോകുമ്പോഴും വി ഹാവ് എ ലോട്ട് ഓഫ് ഡൗട്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ കാര്യങ്ങളെല്ലാം ജർമ്മനിലായിരിക്കും. നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു വരുമ്പോൾ മേ ബി വി വിൽ മിസ് ഔട്ട് ദ മീനിങ്. ചിലപ്പോൾ ആ കോൺടാക്സ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോകും നമ്മൾ ട്രാൻസ്ലേറ്റ് വരുമ്പോഴത്തേക്കും. അപ്പം ഡെഫിനറ്റ്ലി മെന്റർ ഉണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ജർമ്മനിയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി സ്റ്റുഡന്റിന് ഹൗ ഹി ഷുഡ് അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി ആൻഡ് വാട്ട് ഓൾ തിങ്സ് അപ്പാർട്ട് ഫ്രം വാട്ട് ഓൾ വി ഡിസ്കസ്, എന്താണ് ശരിക്കും ആ ഒരു സ്റ്റുഡന്റ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അപ്പം മെന്റർഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെന്റർഷിപ്പിന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് പ്രോപ്പർ ഗൈഡൻസിലൂടെ പോകാൻ പറ്റുള്ളൂ. യു ക്യാൻ എൻഡ് അപ്പ് ഇൻ എനി യൂണിവേഴ്സിറ്റി വിതൗട്ട് എ മെന്റർഷിപ്പ്, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡു അവർ മാസ്റ്റേഴ്സ് പ്രോപ്പർലി. അതിൽ കാര്യമുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ, മെനി പീപ്പിൾ ആർ ഗോയിങ് ടു ജർമ്മനി ബട്ട് ദേ ആർ ഇവൻച്വലി എൻഡിങ് അപ്പ് വിതൗട്ട് എ ജോബ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഡൂയിങ് മാസ്റ്റേഴ്സ് പ്രോപ്പർലി, ഐദർ ഇൻ എ നോട്ട് എ ഗുഡ് യൂണിവേഴ്സിറ്റി ഓർ നോട്ട് ഇൻ എ ഗുഡ് വേ. ഇതാണ് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് മെന്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. We select universities, or I select universities basically on the basis of the quality of education. അതാണ് മേജർ കാരണം. കാരണം ഞാൻ സ്വന്തമായിട്ട് പോയപ്പോൾ ഡിഫിക്കൽട്ടി എനിക്കറിയാം. ഞാൻ പോയ സമയത്ത് ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ മേ ബി ഐ വുഡ്ന്റ് ഹാവ് റീച്ച്ഡ് അറ്റ് ദിസ് പോയിന്റ്. That's the reason why through mentorship I guide people in such a way that they get the best education possible. ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെന്റർഷിപ്പിന്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഹൗ ഇസ് ദ ക്യാമ്പസ് ലൈക്ക് ജർമ്മനിൽ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെയാണോ, അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂർ പോയിട്ട് പഠിക്കുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി. ഇപ്പം പറയുന്ന പോലെ തന്നെ ഞാനും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വരെയുള്ള ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞു JK. അപ്പൊ അതിനുശേഷം ജർമ്മനി ലാൻഡ് ചെയ്തതിനു ശേഷമുള്ള JK ഫേസ് ചെയ്ത ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ദാൻ വാട്ട് വി എക്സ്പെക്ട്. ജർമ്മനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനോ നമ്മുടെ നാട്ടിലെ ക്യാമ്പസ് പോലെയല്ല. ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ദേ ഓൾസോ ഹാവ് എ ക്യാമ്പസ് ലൈഫ്. അപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൂടെ മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ വി ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ക്യാമ്പസ് ലൈഫ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർ പറയുന്നത് നിങ്ങൾക്ക് 4 സെമസ്റ്ററിൽ കോഴ്സ് ഉണ്ടെങ്കിൽ 4 സെമസ്റ്ററിൽ തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് 8 സെമസ്റ്ററിൽ തീർക്കാം, 12 സെമസ്റ്ററിൽ തീർക്കാം. യു ക്യാൻ ഫിനിഷ് വെനെവർ യു വാണ്ട്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ദം. മനസ്സിലാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇവിടെ നമുക്ക് 4 സെമസ്റ്റർ കോഴ്സ് ആണെങ്കിൽ നമ്മൾ 4 സെമസ്റ്റർ ക്ലാസ് മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അവിടെ അങ്ങനെയല്ല. ഈ 4 സെമസ്റ്റർ നമുക്ക് എപ്പോഴും ഏത് സെമസ്റ്ററിലും അറ്റൻഡ് ചെയ്യും. ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് ബേസിക്കലി. ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്ത സബ്ജക്റ്റുകൾ മേജർ ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 7ഉം 10ഉം ഉള്ള ക്രെഡിറ്റ് പോയിന്റുകളാണ്. പിന്നെ ഏറ്റവും മേജറായിട്ട് വരുന്ന മാസ്റ്റർ തീസിസ് എന്ന് പറയുന്നത് 30 ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ലാസ്റ്റ് സെമസ്റ്ററിൽ ചെയ്യുന്നതാണ് മാസ്റ്റേഴ്സിന്റെ. അതാണ് മേജർ ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നത്. JK, so tell me about your Germany campus life. Like ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സ്റ്റുഡന്റിന് ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആണ്. അതും മലയാളി കൾച്ചർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ജർമ്മനിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഒരു ക്യാമ്പസ് ലൈഫ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആൻഡ് ഹൗ ഡിഡ് യു എൻജോയ് യുവർ കോളേജ് ഡേയ്സ്? I can tell you very easily. കാരണം ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും I had no clue what's going to happen there. I expected like നമ്മൾ മൂവീസിൽ കാണുന്ന പോലെ it would be a like huge thing. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ we have a lot of parties and അങ്ങനത്തെയാണ് I expected that. But it was also there 50% of them. ഞാൻ ആദ്യം പോയപ്പോഴത്തേക്കും luckily most of the universities provide something called a buddy. സ്റ്റുഡൻറ്റ് ബഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് ബഡിയെ കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്കൊരു ജർമ്മൻ ബഡിയാണ് കിട്ടിയത്. പുള്ളിക്കാരി ഷീ വാസ് വെരി ഹെൽപ്ഫുൾ. ഞാൻ പോയ സമയത്ത് ഷീ ടുക്ക് മീ എവ്രിവെയർ. ഇനീഷ്യൽ പ്രോസസ്സ് ചെയ്യാനാണേലും ഇപ്പം റാത്തോഫിൽ അൻമെൽഡിങ് ചെയ്യാനാണേലും അങ്ങനത്തെ കുറേ പ്രോസസ്സിന് പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്തു. അതുപോരാതെ ഞാൻ പോയ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ESN എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് എറാസ്മസ് സ്റ്റുഡൻസ്
ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഐ ഗോട്ട് എ ചാൻസ് ടു ബി പാർട്ട് ഓഫ് ദം. അവർ ചെയ്ത ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയി. എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ വാസ് വെരി ലൈവ്ലി ബിക്കോസ് ഓഫ് ദാറ്റ്. ഒരുവിധം എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു ബഡി സിസ്റ്റം ഉണ്ടാവും. As far as I know, ഞാൻ ഇതുവരെ കണ്ട സ്റ്റുഡൻസിന്റെ ബേസിസും അവർ പോയതിന്റെ ബേസിലും ദേ ഓൾ ഗെറ്റ് എ ബഡി. ബഡി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാ സെമസ്റ്ററിൽ നിന്നും, അപ്പം ഞാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്ററിലാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച ഒരാളായിരിക്കും ബഡിയായിട്ട് നമുക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഹയർ സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരാളായിരിക്കും ബഡിയായിട്ട് വരിക. ഇപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. Why should someone actually choose public university? Definitely fees ഇല്ല, ട്യൂഷൻ ഫീ ഇല്ല എന്നുള്ളത് മേജർ USP ആണ്. പക്ഷെ അതിനനുസരിച്ച് അതിനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ആ ഒരു ഡിഫറൻസ്? ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിനും പബ്ലിക്കലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫണ്ടിങ് ആണ് അവർക്ക് വരുന്നത്, അവരുടെ സ്റ്റേറ്റിൽ നിന്നുള്ള ഫണ്ടിങ് ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും ഈ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സ്വാഭാവികമായിട്ടും ഡിഫറൻസ് ഉണ്ടാവും. പബ്ലിക്കലി ഫണ്ടഡ് ആകുമ്പോഴത്തേക്കും റീസെർച്ച് പ്രോജക്ട്സ് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. എന്നെ പഠിപ്പിച്ച പ്രൊഫസറൊക്കെ ഉണ്ടല്ലോ, വേൾഡ് റാങ്കിങ്ങിൽ ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ഒരാളാണ് പഠിപ്പിച്ചത്, മനസ്സിലായി. അതുപോലെ സീഗ്ലർ നാട്ട എന്ന് പറയുന്ന കെമിക്കലിൽ ഭയങ്കര ഫേമസ് ആയിട്ടൊരു കാറ്റലിസ്റ്റ് ഉണ്ട്, അത് കണ്ടുപിടിച്ചത് തന്നെ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് ഇൻ എ പബ്ലിക് യൂണിവേഴ്സിറ്റി. ഈ കാര്യങ്ങളൊന്നും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവില്ല. അത് പോരാതെ തന്നെ നമ്മൾ പബ്ലിക്കിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം വെൻ വി ആർ സെർച്ചിങ് ഫോർ എ ജോബ്, it is very important. അവർ ചെക്ക് ചെയ്യും what kind of education did you get, what quality of education did you get. പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നു, അതുപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ചതെന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് ദേ നോ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്നും ദേ ഓൾറെഡി നോ വാട്ട് വി ലേൺഡ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. How about the accommodation side? അപ്പോൾ നമുക്ക് ക്യാമ്പസിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ക്യാമ്പസിന്റെ പുറത്തേക്ക് വരികയാണെങ്കിൽ താമസിക്കുകയാണെങ്കിൽ ഈ ഹോസ്റ്റൽ സിസ്റ്റം പോലെയാണോ, അതോ ക്യാമ്പസിന്റെ പുറത്താണോ പിള്ളേർ താമസിക്കുന്നത്? അതിന്റെ ചെലവുകൾ എത്രയായിരിക്കും? പിന്നെ ഹൗ അബൌട്ട് ദി ഫുഡ്? ലൈക്ക് നമ്മൾ മലയാളിസിന് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡിനെ വേണം സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ അവിടെ ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട്? സോ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന്. ഡെഫിനറ്റ്ലി നമ്മുടെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സിസ്റ്റമാണ്, അക്കോമഡേഷൻ സിസ്റ്റമാണ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളതുപോലെ തന്നെ സ്റ്റുഡൻറ് ഹോസ്റ്റൽസ് ഉണ്ടാവും. അതായത് സ്റ്റുഡിയൻ ഓണൈം എന്ന് പറയുന്ന സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡോമിറ്ററീസ് ആണ് ഉള്ളത്. അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഇത് പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ആ ഇൻടേക്കിൽ വരുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചിരിക്കും. പിന്നെ പ്രീവിയസ് ഇൻടേക്കിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്ര പേര് പോകുന്നു എന്നതനുസരിച്ചാണ് ഇതിൻ്റെ ലിസ്റ്റ് വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് ആണ്, പ്രൈവറ്റ് അക്കോമഡേഷൻ. പ്രൈവറ്റ് അക്കോമഡേഷനിൽ 2 ടൈപ്പ് അക്കോമഡേഷൻസ് ഉണ്ട്. നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ കിട്ടും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഐൻസിൽവൂണും എന്ന് പറയും, അതായത് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റ് കിട്ടും. അപ്പം ഞാൻ താമസിച്ചത് ബേസിക്കലി ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റിലാണ്. ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് 1 റൂം, ഒരു റൂം ഉണ്ടായിരുന്നു, 16 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു റൂം, പിന്നെ ഒരു കിച്ചൺ, ഒരു വാഷ്റൂം, ഒരു ചെറിയൊരു ഏരിയ ആ സൈഡിൽ വിൻഡോ എല്ലാം പറയാം. അപ്പോൾ ഇൻ ടോട്ടൽ ഒരു 21 സ്ക്വയർ മീറ്റേഴ്സ്. അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഞാൻ പോയ സമയം 2017-2018 ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രൈസിങ് €280 ആയിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നത് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റിന്. പക്ഷേ ഇന്ന് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ യു ഹാവ് ടു പേ somewhere around €400 to €500 ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. അതുപോലെ ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് 1 ബിഗ് അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിൽ ഒരു കിച്ചണും 1-2 വാഷ്റൂംസും ഉണ്ടാവും. ബട്ട് യു വിൽ ഹാവ് ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടാവും. ഒരു 4-5 ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടാവും. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ റൂം ഉണ്ടാവും. ബട്ട് ജർമ്മനിയിൽ അത് മാൻഡേറ്ററി ആണ് ടു ഹാവ് എൻ ഇൻഡിവിജ്വൽ റൂം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല, സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇൻഡിവിജ്വൽ റൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഐദർ വേ ഇൻ ഓൾ 3 സെനാരിയോസ് യു വിൽ ഗെറ്റ് എൻ ഇൻഡിവിജ്വൽ. നോർമലി സ്റ്റുഡൻസ് അവിടെ പുറത്തുനിന്നാണ് ഫുഡ് ഭക്ഷണം കഴിക്കുന്നത്, അതോ വീട്ടിൽ നിന്ന് കുക്കിംഗ് ആണോ പരിപാടി? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഫുഡ് ഈസ് ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ്. നമ്മൾ പുറത്തുനിന്നൊരു മീൽ കഴിക്കണമെങ്കിൽ യു ഹാവ് ടു പേ somewhere around 12 to 14 euros എന്ന് പറഞ്ഞാൽ ഒരു 1000 തൊട്ട് 1500 രൂപ വരെ നമ്മൾ കൊടുക്കണം ഒരു മീലിന്. ആൻഡ് നമ്മൾ ഇന്ത്യൻസ് ഫസ്റ്റ് ടൈം അവിടെ പോകുമ്പോൾ വീൽ ബി ലൈക്ക് ഓക്കെ വി നീഡ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകും, നമ്മൾ കഴിക്കും. ബട്ട് വിൽ ബി വെരി ഡിസപ്പോയിൻറ്റഡ്. വിൽ ബി ലൈക്ക് വി ക്യാൻ മേക്ക് ബെറ്റർ ദാൻ ദിസ്. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ടെൽ യു മോസ്റ്റ് ഓഫ് ദം കുക്ക് അറ്റ് ഹോം. കുക്കിംഗ് അറ്റ് ഹോം ഇസ് വെരി കൺവീനിയൻറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ വിൽ കുക്ക് ഫോർ ദ നെക്സ്റ്റ് 2 or 3 days. വിൽ കീപ് ഇറ്റ് ഇൻ ദ ഫ്രിഡ്ജ് ആൻഡ് ഈറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. ഫൈൻ. സോ ലൈക്ക് ആഫ്റ്റർ ക്യാമ്പസ് ലൈക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ക്യാമ്പസ് കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്ത്, ലൈക്ക് ഹൗ ടു അപ്രോച്ച് ദി പ്ലേസ്മെന്റ്സ് ഓർ ഇസ് ലൈക്ക് ഹൗ ടു അപ്രോച്ച് ലൈക്ക് ജർമ്മൻ ലാംഗ്വേജ് ചിലപ്പോൾ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല, IELTS ക്രാക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിൽ പോയിട്ടുള്ളത്.
സോ അങ്ങനത്തെ കുട്ടികൾക്ക് ജർമ്മൻ പഠിക്കണം. സോ ഈ ക്യാമ്പസ് ലൈഫിന്റെ കൂടെ തന്നെ പഠിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതോ ഒരു പ്ലേസ്മെന്റ് എത്തിയതിനു ശേഷം ആ ഒരു സ്റ്റേജിലാണോ അവർ അതിനെപ്പറ്റി തിരിച്ചറിയുന്നത്? സോ വെൻ ഇസ് ദ റൈറ്റ് ടൈം ടു think about this placements and how should we approach? I can tell you that simply because ഞാൻ പോയ സമയത്ത് I did no German. A1 പോലും ചെയ്യാതെ ഞാൻ പോയതാണ്. So when I was telling people, they were like, how can you go to Germany without German? എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. But when I went there, I struggled a bit because I had no German. കാരണം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു പാർട്ട് ടൈമിന് പോകണമെങ്കിൽ തന്നെ you need a little bit of German. കാരണം അവിടെ ഉള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ജർമ്മൻ്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയും ജർമ്മനിക്ക് ഒരു ജർമ്മൻ്റെ കോഴ്സ് സജസ്റ്റ് ചെയ്യും. അവർക്ക് ഫ്രീ ആയിട്ട് ജർമ്മൻ കോഴ്സ് സജസ്റ്റ് ചെയ്യും. അവരുടെ ലാംഗ്വേജ് ആയതുകൊണ്ട് ദേ ആർ മോർ ദാൻ ഹാപ്പി ഇൻ പ്രൊമോട്ടിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഫ്രീ ആയിട്ടൊരു ജർമ്മൻ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ യൂണിവേഴ്സിറ്റീസ് ജർമ്മൻ കോഴ്സ്. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ജർമ്മൻ കോഴ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. A1 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഉള്ളതുപോലല്ല, ജർമ്മനിയിൽ ഡിഫറൻ്റ് ആണ്. ഇവിടെ A1 ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ A1.1 ആണുള്ളത്. മനസ്സിലാവും. അപ്പോൾ A1 തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കാറ്റഗറിയിൽ നിന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ A1.1 ഉണ്ട്, 1.2, A2.1, A2.2, B1.1, B1.2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. C2 വരെ പോകും. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പഠിക്കുക. കോഴ്സ് തീരാൻ വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. അതിന് മുമ്പേ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സഫീഷ്യൻ്റ് ആക്കുക. കാരണം ഒരു ജോബ് സെർച്ചിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ജർമ്മനിയിലാണ്, ആ രാജ്യത്തെ ലാംഗ്വേജിന് എപ്പോഴും പ്രയോറിറ്റി ഉണ്ടാവും. ഇഫ് യു ഹാവ് ആൻഡ് ഇഫ് യു നോ ജർമ്മൻ, വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ പ്രയോറിറ്റി ഇൻ ഫൈൻഡിങ് എ ജോബ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഏത് രീതിയിലുള്ള ജോലികളൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസ് കിട്ടുന്നത്? അതുപോലെ തന്നെ എത്രത്തോളം പേ ഔട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവരുടെ ബേസിസ്? ആൻഡ് റീസെന്റ് വി ഹേർഡ് ദാറ്റ് ലൈക്ക് കുറച്ചും കൂടെ പാർട്ട് ടൈം അവേഴ്സ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് കേൾക്കുന്നത്. അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് നമ്മുടെ സ്റ്റുഡൻസിന്. സോ അതിനെപ്പറ്റി നമുക്ക് അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. 120 ഫുൾ വർക്കിംഗ് ഡേയ്സും 240 ഹാഫ് വർക്കിംഗ് ഡേയ്സും ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് ദേ ഇൻക്രീസ് ടു എ സർട്ടൻ നമ്പർ മോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ പോയൊരു സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ വെരി സ്മോൾ പ്ലേസ്. അപ്പം ചെറിയ സ്ഥലങ്ങളാകുമ്പോൾ പാർട്ട് ടൈംസ് ലിമിറ്റഡ് ആവും ബൈ ഡിഫോൾട്ട്. വലിയ സ്ഥലങ്ങളാകുമ്പോൾ പാർട്ട് ടൈംസ് കൂടുതലിടും. അപ്പം ഇഫ് യു ആർ ഗോയിങ് ടു ബെർലിൻ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മ്യൂണിക് അല്ലെങ്കിൽ ഹംബൂഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് മോർ ഓപ്ഷൻസ്. ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും യു ഗെറ്റ് ലെസ് ഓപ്ഷൻസ് ബൈ ഡിഫോൾട്ട്. ഇപ്പം ഞാൻ ചെയ്ത പാർട്ട് ടൈം ബേസിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു ന്യൂസ് പേപ്പർ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പോർഷെ എന്ന് പറഞ്ഞ കാർ കമ്പനിയിൽ, പോർഷയുടെ കാർ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. ബട്ട് മോസ്റ്റ്ലി ക്ലീനിങ്. പോർഷെ എന്ന് പറയുമ്പോൾ യു വിൽ ബി തിങ്കിങ് അബൌട്ട് ബിഗ് cars and stuff, but I was cleaning the conveyor belts. Okay. Difficult job ആയിരുന്നു, but still we had to survive. അപ്പോൾ അങ്ങനത്തെ ജോബ് ചെയ്ത ആളാണ്. പിന്നെ ഞാൻ അഡ്വാൻറ്റേജസ് ആയിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്നതുകൊണ്ട് ഐ കുഡ് വർക്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ എ ലാബ്. എൻ്റെ പ്രൊഫസറിൻ്റെ ലാബിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. ദിസ് വാസ് ദ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ 3 മെയിൻ ജോബ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവിടെ ഉള്ളത് 2 ടൈപ്പ് ജോബ്സ് ആണ്. മിനി ജോബ് അല്ലെങ്കിൽ നോർമൽ ടൈൽ സൈറ്റ് എന്ന് പറയുന്ന പാർട്ട് ടൈം ജോബ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ മിനി ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 449 euros വരെയാണ് ഏൺ ചെയ്യാൻ പറ്റുക. ടാക്സ് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ടൈൽ സൈറ്റ് ആണെങ്കിൽ ദർ ഇസ് നോ ലിമിറ്റ് ഫോർ യുവർ ഏർണിംഗ്. നമ്മൾ എത്ര ഏൺ ചെയ്താലും അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐ ഹാഡ് എ മിനി ജോബ്. യൂണിവേഴ്സിറ്റി എൻ്റെ പ്രൊഫസർ എനിക്ക് 449 euros തരുമായിരുന്നു. ബട്ട് ഐ വാസ് വർക്കിംഗ് ഇൻ പോർഷെ ഫോർ ഹയർ എമൗണ്ട്, 800-900 euros ഒക്കെ ഈസിലി. സോ ഇൻ ടോട്ടൽ ഐ വാസ് ഏർണിംഗ് അറൌണ്ട് 1200 to 1300 in Germany in the beginning. That was more than enough for your survival. So in part-time jobs, fine, we got a clarity. But സ്റ്റുഡൻസിന് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓക്കെ, കോളേജ് കഴിഞ്ഞു, പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നൗ വെൻ ഐ എം ഗോണ വർക്ക് ഫോർ ഫുൾ ടൈം. സോ ഒരു ഫുൾ ടൈം ജോബിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം? പിന്നെ ഒരു എൻട്രി ലെവൽ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ഓപ്പണിങ്സ് ഉള്ളതും അതുപോലെ തന്നെ എത്രത്തോളം പേ ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഇതുവരെ ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി നമ്മൾ ഐ വിൽ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ പോർട്ടൽസ് ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഐ വെൻ ത്രൂ ലിങ്ക്ഡിൻ. ഫോർ എക്സാമ്പിൾ, ലിങ്ക്ഡിൻ ഇസ് വെരി 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 മേജർ ഇൻ ജർമ്മനി. അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റോൺസിലൂടെ പോകാൻ പറ്റും. ദിസ് ഇസ് അനദർ വൺ. ഈ രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, XING. അത് ജർമ്മനിലെ ഒരു ഫേമസ് വണ്ണാണ്. അപ്പം ഈ 3 വെബ്സൈറ്റ്സ് ആണ് മേജർ ആയിട്ടുള്ളത്. അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പല ജോബ് വെക്ടർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് ബയോ ഫാർമസി ഇൻഡസ്ട്രിക്കൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ പല ഇൻഡസ്ട്രിക്ക് പല വെബ്സൈറ്റ്സ് ആണുള്ളത്. ബട്ട് ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനും സ്റ്റെപ്പ് സ്റ്റോൺസും ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ ജോബ്സ് അവൈലബിൾ ആയിരിക്കും. പേ ഔട്ട്സ് പറയാം. ദിസ് ഈസ് ഓൾസോ അനദർ തിങ്. വെൻ ഐ സ്റ്റാർട്ടഡ്, അത് പേ ഔട്ട്സ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ആണ് ഉള്ളത് ജർമ്മനിയിൽ ആസ് ഇന്ത്യ.
അപ്പം ഈസ്റ്റിലും അതുപോലെ തന്നെ വെസ്റ്റ് ഇസ് ഓക്കെ, ബട്ട് ഈസ്റ്റിൽ ഏറ്റവും പേയ്മെന്റ്സ് കുറവുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ സാലറി ഏറ്റവും കുറവായിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവായിരിക്കും. സൗത്തിൽ ഏറ്റവും സാലറി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായിരിക്കും. സൗത്തിലുള്ള ഒരു സിറ്റിയാണ് മ്യൂണിക് എന്ന് പറയുന്നത്. മ്യൂണിക്കിൽ ഇറ്റ് ഇസ് വെരി എക്സ്ട്രീം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ ക്യാൻ ടെൽ യു ഐ സ്റ്റാർട്ടഡ് അറ്റ് 45,000 euros per year. 45,000 euros per ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 45,000 euros എന്ന് പറഞ്ഞാൽ ഇൻ ഹാൻഡ് യു വിൽ ഗെറ്റ് സംവർ അറൌണ്ട് 2,600 euros പെർ മന്ത്. ടാക്സും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 ലക്ഷത്തിനടുത്ത് വരും, അത് കിട്ടും. അപ്പൊ അതില് ടാക്സ്, അതുപോലെ തന്നെ റെന്റ് ആൻഡ് ഫെസ്റ്റ് ഇൻഷുറൻസ്, ലീഗൽ ഫെസ്റ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഷുറൻസുകളെല്ലാം പോയതിനു ശേഷമാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടുക. നമ്മുടെ നാട്ടിൽ പറയില്ലേ, ജർമ്മനി കിട്ടുന്നതിന്റെ പകുതി പൈസ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കാൻ പറ്റുമോ, അത് ഈ കോൺസെപ്റ്റ് ആണ്. ഈ 39% എന്റെ സാലറിയിൽ നിന്ന് ടാക്സ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പല ഇൻഷുറൻസുകൾക്ക് പോയിട്ടാണ് നമുക്ക് ബാക്കി എമൗണ്ട് കിട്ടുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് പേഴ്സൺ ഐ വുഡ് സേ യു ക്യാൻ എക്സ്പെക്ട് ഫ്രം, ഇഫ് യു ഹാവ് എ മാസ്റ്റേഴ്സ്, you can expect from 42 to 50. സ്റ്റാർട്ടിംഗിൽ തന്നെ 60 കിട്ടിയ ആളുകളുണ്ട്. ബട്ട് ദേ വർ ലിവിംഗ് ഇൻ ഹംബൂർഗ് അല്ലെങ്കിൽ മ്യൂണിക് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും താമസിക്കുക. അങ്ങനെയാണ് ആ പേയ്മെന്റ് ജനറലി വരുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് മോസ്റ്റ്ലി ഇൻ സസ്റ്റൈനബിലിറ്റി, അതായത് ഈ സോളാർ സെൽസ്, അതുപോലെ റിന്യൂവബിൾ എനർജി, അത് പിന്നുള്ളത് ഓട്ടോമൈസേഷൻ. അതിൽ IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ദേ ഹാവ് എക്സ്ട്രീം ഓപ്പർച്യൂണിറ്റീസ് ഗോയിങ് ഫോർവേഡ്. അതാണ് ഇറ്റ് വിൽ ബി ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. അതായിരിക്കും ഓട്ടോമൊബൈൽ ഓൾവേസ് ഹാസ്. ഓട്ടോമൊബൈൽ ഇപ്പം ജർമ്മനിക്കുള്ള ഒരു റൂള് വെച്ചിട്ട്, സസ്റ്റൈനബിലിറ്റി പ്ലാൻ വെച്ചിട്ട് അവർ 2030 കൂടി കാർബൺ ന്യൂട്രൽ ആകാനുള്ള പ്ലാനാണ് ജർമ്മനി. അപ്പോൾ കാർബൺ ന്യൂട്രൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള പെട്രോൾ, ഡീസൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഇലക്ട്രിക്കൽ കാർസിലേക്ക് മൂവ് ചെയ്യാനും, അതുപോലെ നമ്മുടെ അവിടെ ഗ്യാസ് ഹീറ്റിങ്ങിന് പകരം ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിലേക്ക് മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള പ്ലാനാണ്. ഇതിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് ഇനിഷ്യേറ്റഡ് ലോട്ട്സ് ഓഫ് പ്രോജക്ട്. അതിന്റെ ഭാഗമായിട്ട് ദേ നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് പല ഫീൽഡിലുള്ള ആളുകളെയാണ് അവർക്ക് വേണ്ടത്, നോട്ട് ജസ്റ്റ് സ്പെസിഫിക് ഫീൽഡ്. And also talking about the entire world perspective, Ukraine, റഷ്യ വാറിൽ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിനെ അത് എഫക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ എനർജി ബിൽസ് ആർ ഗോയിങ് ഹൈ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ സിറ്റാണ്. ഒരു റിസഷനിലും ഇടയ്ക്ക് ജർമ്മനി പോയതായിട്ടുള്ള വാർത്തകൾ കണ്ടു. അപ്പോൾ അതിനെ പറ്റിയിട്ടുണ്ട്, ഈസ് ജർമ്മനി ഗെറ്റിംഗ് എഫക്റ്റഡ് ഡ്യൂ ടു ഓൾ ദിസ് വാർ സിനാരിയോസ് ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇൻഫ്ലേഷനിൽ കാണാനുണ്ടോ, പ്രൈസ് റൈസിംഗ് കാണാനുണ്ടോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇതിന് രണ്ട് കോൺസെപ്റ്റ് ഉണ്ട് ബേസിക്കലി. ഈസ് ജർമ്മനി ഗെറ്റിംഗ് എഫക്റ്റഡ്? ഡെഫിനറ്റ്ലി യെസ്. ബട്ട് പീപ്പിൾ ലിവിംഗ് ഇൻ ജർമ്മനി ഗെറ്റിംഗ് എഫക്റ്റഡ്? ഡെഫിനറ്റ്ലി നോ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഐ ഹാവ് 2 ways to go about it. ജർമ്മനി ഗെറ്റിംഗ് എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഇൻഫ്ലേഷൻ വരുന്നുണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട്. ജർമ്മനിക്ക് ഓയിൽ കൊടുത്തുകൊണ്ടിരുന്ന റഷ്യയാണ്. വെൻ there was a war, there was a problem. അതുകൊണ്ട് റഷ്യ ഓയിൽ ഷോർട്ടേജ് ആക്കി, അതുകൊണ്ട് ഓയിൽ പ്രൈസസ് വെന്റ് അപ്പ്, ജർമ്മനി വെന്റ് ഇൻടു ഇൻഫ്ലേഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് റിസഷൻ വന്നത്. ബട്ട് ദിസ് വാസ് 1 year ago. ഇപ്പം കറന്റ് സിറ്റുവേഷനിൽ ദേ ആർ കമ്മിങ് ബാക്ക് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ദേ ഹാഡ് എ പ്ലാൻ. എനിക്ക് സിൻസ് ഐ വാസ് വർക്കിംഗ് ജർമ്മനി, എനിക്ക് 3,000 euros ഇൻഫ്ലേഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തന്നു. somewhere around 3 lakhs rupees. അത് ഒരു കൺട്രിയും ചെയ്യാത്തൊരു കാര്യമാണ്. 3,000 euros they gave me plus another 600 something they gave me in the middle. അങ്ങനെ പല സൈഡിലായിട്ട് ജർമ്മൻ ഗവൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീപ്പിൾ ആർ ഗെറ്റിംഗ് എഫക്റ്റഡ്, യെസ് ഓർ നോ, ദാറ്റ് ഈസ് അപ് ടു ദ പേഴ്സൺ how you think about it. But in my opinion, when you get this much money, then you are not getting affected much. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള, ഇപ്പം ജെകെക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ ഗവൺമെന്റ്? ഇല്ല. ജർമ്മനി അവിടെ ജർമ്മനിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ബെനിഫിറ്റ് കൊടുത്തു. സ്റ്റുഡൻസിന് അതിൻ്റെതായ എമൗണ്ട് കൊടുത്തു. സ്റ്റുഡൻസിന് സംവർ അറൌണ്ട് 400 euros. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് 3,000 euros ആണ് കൊടുത്തത്. അത് സ്പെഷ്യൽ അല്ല, എല്ലാവർക്കും അവിടെ വർക്കിംഗ് ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഈ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ്. അത് ഒരു കൺട്രിയും ചെയ്യില്ല. ഇപ്പം ഞാൻ പെർമനന്റ് റെസിഡന്റ് ആണ്. നീദർലാൻഡ്സും സെലോബ്നിസ് എന്ന് പറയും. അതായത് ജർമ്മനിലെ റൂൾ വെച്ച് ഇഫ് യു ഹാവ് മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ്, ജർമ്മൻ മാസ്റ്റേഴ്സോ ജർമ്മൻ ബാച്ചിലേഴ്സോ ഉള്ള ഒരാൾക്ക് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സിന് ശേഷം 21 മാസമോ 24 മാസമോ, ബ്ലൂ കാർഡ് ഉണ്ടെങ്കിൽ 21 മാസവും, ബ്ലൂ കാർഡ് ഇല്ല എങ്കിൽ 24 മാസവും വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് നീദർലാൻഡ്സും സെലോബ്നിസ് എന്ന് പറയുന്ന പെർമനന്റ് റെസിഡൻസ് കിട്ടുക. ആ കാർഡാണ് എനിക്ക് കിട്ടിയത്, നീദർലാൻഡ്സും. ബട്ട് ഐ ആം ഓൾസോ എലിജിബിൾ ഫോർ സിറ്റിസൺഷിപ്പ്.
അപ്പം ഇപ്പോഴത്തെ പുതിയ റൂൾ വെച്ചിട്ട് ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ ജർമ്മനി ഫോർ 5 years, അതിൽ നമ്മൾ ഈ 21 or 24 months നമ്മൾ സോഷ്യൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഗെറ്റ് സിറ്റിസൺഷിപ്പ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വി നീഡ് B1 മിനിമം മിനിമം B1. അതുപോലെ തന്നെ അവരുടെ ഒരു എക്സാം ഉണ്ട്, ഒരു സോഷ്യൽ എക്സാം, അവരുടെ ലേബർ ഇൻ ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയെ പറ്റി എന്തുവരെ നമുക്ക് അറിയാമെന്ന് ചെക്ക് ചെയ്യുന്ന എക്സാം. ഇതുകൂടെ പാസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടൂ. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ സ്വിച്ച് ജോബ് വെനെവർ ഐ വാണ്ട്. ദിസ് ഇസ് ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബും നമ്മുടെ വിസയും ദേ വർ കണക്റ്റഡ് ടുഗദർ. കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് ജോബാണോ ചെയ്യുന്നത് ആ വിസയിൽ ഉള്ള ജോബ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ബട്ട് നെക്സ്റ്റ് ടൈം ജോബ് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഫോറിനേഴ്സ് ഓഫീസിൽ പോകണം. ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക് ടു ഗോ ടു ഫോറിനേഴ്സ് ഓഫീസ്. അവരൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതായിരുന്നു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. PR കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് നോ സച്ച് പ്രോബ്ലംസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ജോബുകളും സ്വിച്ച് ചെയ്യാൻ പറ്റും. പ്ലസ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് എ PR. വിത്തൗട്ട് എ PR യു ക്യാൻ നോട്ട് സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട് എൻഡ് ചെയ്യുന്നിടം വരെ എനിക്ക് പുതിയ വിസ കിട്ടി. പാസ്പോർട്ട് റിന്യൂ ആകുമ്പോഴത്തേക്കും എഗെയിൻ ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 10 years. അങ്ങനെയാണ് പോകുന്നത്. So basically there are a lot of students in Kerala. അതായത് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇപ്പോൾ 12th കഴിഞ്ഞ് ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 1-2 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും അവർക്കുള്ളൊരു കൺഫ്യൂഷനാണ്, ഞാനിപ്പോൾ 12th കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്രാജുവേഷൻ മോഡിൽ പോകുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ ഗ്രാജുവേഷൻ പഠിച്ചതിന് ശേഷം ഒരു മാസ്റ്റേഴ്സിൻ്റെ കോഴ്സിന് അവിടെ പോകുന്നതാണോ, എങ്ങനെ വേണം ജർമ്മനിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഓൾസോ ടു ഹൈലൈറ്റ് ലൈക്ക് വൈ ജർമ്മനി, വൈ നോട്ട് അതർ കൺട്രീസ് എന്നുള്ളതാണ്. സോ ലൈക്ക് where public university fees illa, that is the biggest advantage. But apart from that, compared to other countries, like നമ്മൾ ഏത് രീതിയിലാണ് ജർമ്മനിനെ അപ്രോച്ച് ചെയ്യുന്നത്, for graduation or for post graduation, or how a student from Kerala should look into it? See, that's what ഞാൻ പഠിച്ച സമയത്ത് ജർമ്മനി എന്ന് പറയുന്ന ഒരു കാര്യം ആരും ചിന്തിക്കാത്തൊരു, ഞാൻ 12th കഴിഞ്ഞ സമയത്ത്, ബട്ട് ഗിവൺ ആൻ ഓപ്ഷൻ 12th കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയാലായിരുന്നു. ഗിവൺ ആൻ ഓപ്ഷൻ. So that is my opinion for sure. 12th കഴിഞ്ഞ ഒരാൾ, if you get an opportunity to go to Germany, please do that. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 12th 18 ഏജ് കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ആൻഡ് യു ക്യാൻ ബി സെൽഫ് സസ്റ്റൈനിങ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ സെൽഫ് സസ്റ്റൈനിങ് ആയിട്ട് വീട്ടുകാരെ പൈസ ചോദിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ദാറ്റ് സെൽഫ് സസ്റ്റൈനിങ്. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്. ബാച്ചിലേഴ്സ് ചെയ്തിട്ടും പോകും. ദാറ്റ് ഇസ് അപ് ടു യു. ബാച്ചിലേഴ്സ് ചെയ്ത് യു വിൽ ഹാവ് എ കോളേജ് ലൈഫ് ഹിയർ ഫോർ ഷുവർ. യു വിൽ ഹാവ് മോർ ഫ്രണ്ട്സ്, മോർ ഫാമിലി വിൽ ബി അറൗണ്ട്. ദാറ്റ് ഇസ് ഫോർ ഷുവർ. അതിനുശേഷം മാസ്റ്റേഴ്സിന് പോകുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം PhDക്ക് പോകുന്ന ആളുകളുണ്ട്. ആക്ച്വലി PhD ഓർ വർക്കിന് ഡയറക്റ്റ്ലി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ വർക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 3 years മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഫോർ എ വിസ ആൻഡ് കം ടു ജർമ്മനി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇഫ് യു ഗെറ്റ് എ PhD ഓഫർ യു ക്യാൻ കം ഫോർ എ PhD as well and you will get paid over there. Okay. And how about the visa process? ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കിട്ടാനും അതുപോലെ തന്നെ മൈഗ്രേഷൻ വിസ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ റൂമേഴ്സും വിത്തുണ്ട്. അതായത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എൻ ജർമ്മനി സ്റ്റുഡൻറ്റ് വിസ ബിക്കോസ് ദി സ്ലോട്ട് ഓപ്പൺസ് അറ്റ് നൈറ്റ് ഓർ മേ ബി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ഇപ്പോൾ US-ഉം വിസാസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുപോലെ തന്നെ ജർമ്മനിയും വിസ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് മേ ബി UK, Canada is a better option where we can get, and the probability of getting a successful visa is also more than the പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? വാട്ട് ഇസ് ദ വിസ പ്രോസസ്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? വിസ എന്ന് പറയുന്നത് ജസ്റ്റ് എ കൺസ്ട്രെയിന്റ്, ഒറ്റൊരു കൺസ്ട്രെയിന്റ് ആണ്. അതിനുവേണ്ടി യു കനോട്ട് സേ ദാറ്റ് ജർമ്മനി ഈസ് എ ബാഡ് കൺട്രി ഇൻ കമ്പാരിസൺ ടു UK or Canada. ഡെഫിനറ്റ്ലി നോട്ട്. വിസയുടെ കേസസിൽ നൗ ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ദ ടൈം വെൻ ഐ വെന്റ്. ഞാൻ പോയ സമയത്ത് ബാംഗ്ലൂർ കോൺസുലേറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ദാറ്റ് മീൻസ് കേരളത്തിൽ നിന്നുള്ള എല്ലാവരും യു ഹാഡ് ടു ഗോ ടു ബാംഗ്ലൂർ, യു ഹാഡ് ടു സ്റ്റേ ദെയർ ഫോർ അറ്റ്ലീസ്റ്റ് 1 day. അതിനുശേഷം യു ഹാഡ് എൻ ഇന്റർവ്യൂ. മനസ്സിലായോ? ഇന്ന് ഇന്റർവ്യൂ ഇല്ല, ഇന്ന് ഓൺലി ഡോക്യുമെന്റ് സബ്മിഷൻ. യു ഗോ, യു സബ്മിറ്റ് യുവർ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ VFS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. VFS ത്രൂ ആണ് പോകുന്നത്. ദാറ്റ് ടു യു ഹാവ് ഇൻ കൊച്ചി, യു ഹാവ് ഇൻ ട്രിവാൻഡ്രം, യു ഹാവ് അഗെയിൻ യു ക്യാൻ ഗോ ടു ബാംഗ്ലൂർ ഇഫ് യു വാണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. Then you can itself guess how difficult it was then and how easy it is now. അതൊന്ന്. Visa rejections is completely based on your profile. നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, it's genuine university, I don't think you can get rejected for any reason if you have enough blocked account. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് അല്ലാത്ത ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോകുമ്പോഴായിരിക്കും maybe you will get rejected. That's a risk which you take. ഇപ്പം പറഞ്ഞൊരു പോയിന്റ് നമുക്ക് വന്ന ഒരുപാട് ക്വയറീസിലുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അതിനൊരു ക്ലാരിറ്റി നമ്മൾ UK-ലും കാനഡയിലും ബാക്കി സ്ഥലങ്ങളിൽ പോകുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് അല്ല. ഈ ഷോ മണി ഉണ്ടാവും അതിൽ, ബട്ട് സ്റ്റിൽ യു ഹാവ് എ ലോട്ട് ഓഫ് ഫീസ് ടു പേ. അങ്ങനെയാണ്. ജർമ്മനിയിൽ ഫീസ് ഇല്ലാത്തതുകൊണ്ട് ജർമ്മൻ ഗവൺമെന്റ് ഈസ് മേക്കിംഗ് ഷുവർ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പട്ടിണി കിടക്കില്ല എന്ന് ഉറപ്പ് വരുന്നതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യം.
അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കും റൈറ്റ് നൗ ഇറ്റ്സ് 11,000 സംതിങ് ആണ് എമൗണ്ട് യൂറോസിൽ വരുന്നത്. അത് നിങ്ങൾ ബ്ലോക്ക്ഡ് ആക്കി വെച്ചതിന് ശേഷം ജർമ്മനിയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് അൺബ്ലോക്ക് ചെയ്ത് പെർ മന്ത് ആയിട്ട്, ഇപ്പം നമ്മൾ അടയ്ക്കുന്ന 11,500 യൂറോസ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് പെർ മന്ത് ആയിട്ട് നമുക്ക് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്ന ഏജൻസി ത്രൂ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ യൂസിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കൊടുക്കുന്ന 10 ലക്ഷം രൂപ മുഴുവൻ നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ വരുന്ന പൈസയാണ്. ബട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം 12 മാസം പിടിക്കുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫോർ ബെറ്റർ. നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോകുന്നില്ലല്ലോ. How's like your German friends treating you? Like ഒരു Indian perspective നോക്കുവാണെന്നുണ്ടെങ്കിൽ I'm extremely happy that I had German friends because I had to learn a culture, you know. ഇവിടെ നമ്മുടെ അവിടെ ജർമ്മനിയിൽ വരുന്ന പല ആളുകളും they stick on to your social culture. Malayalis വേണം, definitely. I also have a lot of Malayali friends. Malayalis വേണം, but we need other people also. We need to know what the world is. Our culture എന്താണെന്ന് നമ്മൾ അറിയണം. In my class I had few German people who studied with me, and I finished course almost 3.5 years back. I'm still in contact with my German friends and they are quite good. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ തന്നെ I met them actually, and that's a great thing, which means Germans are not cold. They are really nice people. പണ്ടത്തെ ജർമൻസ് ആയിരുന്നു, the back in the war, World War നടക്കുന്ന സമയത്ത് Germans maybe they were cold, but now they are different. Now they are open for things. Now they are very happy in meeting other country people. They are open to exploring things and things like that. So fine. So what is your message, JK? Like there are a lot of students from Kerala who wanted to explore all these opportunities whichever you said. അപ്പോൾ അവർക്ക് ഒരു മെസ്സേജ് എന്തായിരിക്കും? Like many of them are looking for a mentor like you also. And how can you be reached? Like if someone wanted to talk to you, or maybe they need a one-on-one guidance from you. Like what is your message to all those students? See, I would say if you want to get into some random universities, please don't contact us. That's not needed. If you really want to get into a good university, if you want to build a career, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ you should definitely come through us. Through our mentorship program in Admitdot, we can definitely make you better. That is the advantage, for sure. Fine. So thank you, JK. Thank you for your time, and we look forward for your mentorship. I look forward to see everyone.